ഇപ്പോൾ ഈ സംഭവിച്ച പന്തംകൊളുത്തി സമരം അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ? കേരളത്തിലെ ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പോലീസിൻ്റെ നടപടി, പോലീസ് ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരഞ്ഞു പിടിച്ച് ദളിത് വിഭാഗത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള ആ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധത്തിൻ്റെ സ്വരമെങ്കിലും ഉയർത്തുവാൻ ഇവിടുത്തെ ദളിതുകൾക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ മേഖലയിലോട്ട് ഏർപ്പെടുന്ന അധികാരി വർഗത്തെ നിലയ്ക്ക് നിർത്തുവാൻ, അല്ലെങ്കിൽ ഭരണകൂടത്തെ വെല്ലുവിളിക്കുവാൻ, അവരെ താഴെ ഇറക്കുന്ന തരത്തിലുള്ള പ്രവണതകളോട്ട് മുമ്പോട്ട് പോകുവാൻ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിന് കഴിവുള്ളൊരു പ്രസ്ഥാനമാണ് കേരളത്തിൽ ഇന്ന് CSDS. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാരെ പീഡിപ്പിക്കുന്ന പോലീസിലെ ഏമാന്മാരുള്ള സ്ഥലത്ത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരല്ല, മറിച്ച് സംഘപരിവാർ ശക്തികളാണ്. ആ ഒരു കാര്യം തന്നെയാണ് വേടൻ്റെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേടനെ തിരഞ്ഞു പിടിച്ച് ഇവിടുത്തെ സംഘപരിവാരും RSSകളും ഒക്കെ ആക്രമിക്കുമ്പോൾ അതിനെ കൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാരും അവരുടെ ആഭ്യന്തര വകുപ്പും ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുവാൻ തണ്ടലുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ KK സുരേഷിനെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന CSDS ഈ കേരളത്തിലുള്ളപ്പോൾ ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യുവാൻ ശക്തിയുള്ള ആളുകൾ പിൻനിരയിലുണ്ട് എന്ന കാര്യം പൊതുസമൂഹത്തോടും ഇവിടുത്തെ മറ്റുള്ള ആളുകളോടും വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പെരുമഴയത്ത് ഈ പാലാ തെരുവിലൂടെ ഈ ഒരു പ്രകടനം നടത്തുവാനുണ്ടായ സാഹചര്യം.